ഏവർക്കും സ്വാഗതം. മഞ്ഞു പൊഴിയുന്ന ബെത്ലഹേമിന്റെ തെരുവീഥികളിൽ മാലാഖമാരുടെ താരാട്ടുപാട്ട് കേട്ട് പശുത്തൊഴുത്തിൽ ഉറങ്ങുന്ന ഉണ്ണിയേശുവിനെ കണ്ട് സന്തോഷിക്കാൻ ഒരുങ്ങി കാത്തിരിക്കാം. അനേകം വർഷങ്ങൾക്ക് മുൻപ് നസ്രത്ത് എന്ന കൊച്ചുപട്ടണത്തിൽ മറിയം എന്ന പേരുള്ള കന്യകയായ ഒരു യുവതി താമസിച്ചിരുന്നു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള പുരുഷനുമായി അവളുടെ കല്യാണം നിശ്ചയിക്കപ്പെട്ടിരുന്നു. അവർ രണ്ടുപേരും ദൈവത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മറിയം അതീവ സുന്ദരിയും സ്വഭാവ ഗുണങ്ങൾ ഉള്ളവളുമായിരുന്നു. അവളെ ദൈവം തന്റെ ഏകജാതന്റെ അമ്മയായി തിരഞ്ഞെടുത്തു. എങ്കിലും മറിയത്തിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഗബ്രിയേൽ മാലാഖയെ അവളുടെ അടുത്തേക്ക് അയച്ചു. കൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയത്തെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അവളുടെ ഭർത്താവായ ജോസഫ് ആശങ്കകളുടനായി. ജോസഫ് നീതിമാനാകിയാലും അവൾക്ക് ലോകാപമാനം വരുത്തുവാൻ മനസ്സിലായ്മ കൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ രാത്രിയിൽ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു. ദാവീദിന്റെ പുത്രനായ ജോസഫെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് കർത്താവിന്റെ വാക്കനുസരിച്ചു. ജോസഫും മറിയവും ദൈവവിശ്വാസത്തിൽ ഒന്നായി. അവർ പ്രത്യാശയോടെ ദൈവവാക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കാനായി ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടൊപ്പം യാത്ര പുറപ്പെട്ടു. എന്നാൽ അവിടെ പാർക്കുവാൻ അവർക്ക് ഒരിടം ലഭിച്ചില്ല. മറിയത്തിന് പ്രസവത്തിനുള്ള സമയമെടുത്തു. മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചവട് പൊതിഞ്ഞ് പുൽത്തൊടിയിൽ കിടത്തി. മാലാഖമാർ ശിശുവിന് ചുറ്റും നിന്ന് ആനന്ദ നൃത്തം ചെയ്തു. കണ്ണ
ഒരു കഥയല്ല, ദൈവം മനുഷ്യനായി പിറന്ന ഒരു മഹോന്നത രഹസ്യം. ബത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിൽ പിറന്നൊരു കുഞ്ഞ് ലോകത്തിന് വെളിച്ചവും പ്രത്യാശയുമായി ആ രാത്രിയിൽ പിറന്നതുപോലെ യേശു നമ്മുടെ മനസ്സിലും വീട്ടിലും പിറക്കട്ടെ. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിത്യം പ്രകാശിക്കട്ടെ.